ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പൊട്ടാറ്റോയും നൂഡിൽസും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം. 2 പൊട്ടാറ്റോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയ പൊട്ടാറ്റോ ഒന്ന് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കണം. 2 നൂഡിൽസ് എടുത്തിട്ടുണ്ട്. 2 കട്ട എടുക്കണം കേട്ടോ. ഏത് നൂഡിൽസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൽ മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നൂഡിൽസ് ഇതുപോലെ ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊട്ടാറ്റോ ഉടച്ചത് ഈ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ചിലപ്പോൾ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ഡോ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇനി ഡോ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള കൊത്തിയരിഞ്ഞതും മല്ലിയിലയും ചേർത്ത് ഇടുന്നു. ഇത് നല്ലോണം ഒന്ന് കുഴച്ച് എടുത്ത് കൗണ്ടർ ടോപ്പിൽ എണ്ണ തടവി ഇതുപോലെ കുറച്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഡയമണ്ട് ഷേപ്പോ റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി എല്ലാം ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം ആവുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എന്തായാലും തയ്യാറാക്കി നോക്കണം. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. നൂഡിൽസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും. മാവ് കട്ട് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.